കേരള രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ്. അന്ന് എങ്ങും നീലപ്പെട്ടി വിവാദമായിരുന്ന ചർച്ചയെങ്കിൽ ഇന്ന് അതേ ഹോട്ടലിൽ അതേ ഇടനാഴിയിൽ മറ്റൊരു നാടകീയ നീക്കം നടന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് ഈ നടപടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്. ഭരണപക്ഷത്തെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ CPM കണ്ടെത്തിയ പുതിയ തന്ത്രമാണോ രാഹുലിന്റെ അറസ്റ്റ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം അറസ്റ്റ് നടന്ന സ്ഥലമാണ്. അന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടി വിവാദം കത്തിപ്പടർന്ന അതേ ഹോട്ടൽ, രാഹുൽ താമസിച്ചിരുന്ന മുറിയുടെ അതേ നിലയിൽ തന്നെയാണ് പോലീസ് സംഘവും തമ്പടിച്ചിരുന്നത് എന്നത് യാദൃശ്ചികമാണോ, അതോ കൃത്യമായ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണോ? സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. പീഡന കേസിൽ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പാലക്കാട്ടെ KPM റീജിയൻസിന്റെ 2002 എന്ന മുറിയിലെത്തി രാഹുലിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. അതിവിദഗ്ധമായ നീക്കത്തിലൂടെയായിരുന്നു രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം പൂട്ടിയത്. രാഹുൽ താമസിച്ചിരുന്ന മുറിയുടെ അതേ നിലയിൽ തന്നെ താമസിച്ച പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് മുറിയുടെ താക്കോൽ വാങ്ങിയ ശേഷമാണ് പോലീസ് മടങ്ങിയത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ മുറി പോലീസ് സീൽ ചെയ്തു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് നീലപ്പെട്ടി വലിയ വിവാദം സൃഷ്ടിച്ചത്. കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട്ടെ KPM ഹോട്ടലിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അർദ്ധരാത്രി റെയ്ഡ് നടത്തുകയായിരുന്നു. ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നീല ട്രോളി ബാഗിൽ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്നായിരുന്നു ആരോപണം. തുടർന്ന് നീല ട്രോളി ബാഗുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രോളി നിന്ന് പണം കണ്ടെത്തിയതിന് തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പണം കടത്തിയതിന് തെളിവില്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പാലക്കാട് ജില്ലാ പോലീസ് മേധാവി നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലും പറഞ്ഞത്. സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണോ ഇത്? സ്വർണ്ണക്കടത്തിന്റെ തിളക്കം കുറയ്ക്കാൻ CPM പുറത്തെടുത്ത അവസാനത്തെ ആയുധമാണോ ഈ കേസ്? വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായിരിക്കും.